ഹായ് ഫ്രണ്ട്സ്, പ്ലീസ് സപ്പോർട്ട്. ഇതൊരു പുതിയ ചാനലാണ്. നമ്മുടെ പാർട്ട് ടൈം ജോബ് വീഡിയോ ആയിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു ദിവസം ഈ സമയത്ത് വർക്ക് ചെയ്തിട്ട് ഡെലിവറി ജോബ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ മുമ്പിൽ നൽകും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്നും ചെയ്യുന്ന വർക്കുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാസ്ക്. മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുള്ളത് എമറാൾഡ് റിസോർട്ടിലോട്ടാണ്. ഒരു കുഴപ്പമില്ലാത്ത ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം. 12 കിലോമീറ്റർ യാത്ര ചെയ്യാണ്ടായിരുന്നു. 12 കിലോമീറ്റർ യാത്ര ചെയ്ത് 91 രൂപ ഏൺ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡറിൽ തന്നെ. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 6:15 ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് വേണം ഞാൻ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മുടെ വർക്കിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ നമുക്ക് റീച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ വലിയ കുഴപ്പമില്ല. അതും ഒരു 50 റുപ്പീസിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ 2 EV വണ്ടികളുണ്ട്, ഇലക്ട്രിക്. ഒന്ന് ഒല, പിന്നെ ഒരു പഞ്ചിൻ്റെ EV കൂടി നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് ഈ ഡെലിവറി ജോബ് എടുത്തിട്ട് ഒരു ദിവസം പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട്, വേറെ വർക്ക് ചെയ്യുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ചെയ്തിട്ട് എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ സെക്കൻഡ് ഓർഡറും കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ കഴിഞ്ഞിട്ട് തിരിച്ചു പോരാൻ നേരത്ത് നമ്മുടെ ഒലയുടെ മാപ്പ് യൂസ് ചെയ്യാം കേട്ടോ. വണ്ടിയിലുള്ള ഒലയുടെ മാപ്പ് യൂസ് ചെയ്തിട്ട് ഏത് ഭാഗത്ത് നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാലും നമ്മുടെ ടൗണിൻ്റെ ആ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാപ്പ് ഓണാവും. വളരെ സുഖമായിട്ട് നമുക്ക് അവിടേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് KFCയിലാണ്. നമ്മൾ ഓർഡർ പിടിക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സോണിലാണ്. പല യൂട്യൂബ് ചാനലുകളിലും പല സോണുകളിലും നിന്നിട്ട് ഓർഡർ എടുക്കുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് പെരിന്തൽമണ്ണ സോണിൽ എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും ഏൺ ചെയ്യുന്നത് ഓരോ എപ്പിസോഡുകളായിട്ട് ഇതിലിട്ട് നൽകുക എന്നുള്ളതാണ് പ്ലാന്. ഏകദേശം 9.1 കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. KPM മാൾ മങ്കടയാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത്. അവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് മുകളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വേണം നമുക്ക് കൊടുക്കാൻ. ക്യാഷ് പേയ്മെൻ്റ് ആണ്, അതാണ് ഈ QR കോഡ് കാണിക്കുന്നത്. അങ്ങനെ 75 രൂപ നമുക്ക് ആ ഓർഡറിൽ ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ കിട്ടാത്ത സമയങ്ങളിലൊക്കെ മാക്സിമം ടൈം കളയാറ് ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്. ടൈം ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫോർത്ത് ഓർഡറും വന്നിട്ടുണ്ട്. അറബിക് മജ്ലിസാണ് പെരിന്തൽമണ്ണ ഉള്ള. ഇനി അടുത്തത് അവിടെ നിന്ന് നമുക്ക് സാധനം എടുത്തിട്ട് കസ്റ്റമറിന് കൊടുക്കാം. ഇവിടെയൊക്കെ സാധാരണ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വെയിറ്റിംഗ് പീരീഡാണ് സഹിക്കാൻ പറ്റാത്തത്. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ വെയിറ്റിംഗ് ആണ്. ഒരു 10-20 മിനിറ്റിൻ്റെ മുകളിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് സമയം വെറുതെ പോയി. ആറ് മണി മുതൽ 9 മണി വരെ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാന് സാധാരണ. പക്ഷെ ഞാൻ ഓർഡർ വൈകിച്ച് കഴിഞ്ഞാൽ പിന്നെ 9 മണി വൈകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇറങ്ങുന്ന സമയം ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളത് 10 മണി മുതലാണ്. അപ്പോൾ ആ ടൈമും
കുറച്ച് ഞാൻ വൈകിയാണ് ഇറങ്ങും. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടുന്നു. മാനത്തുമംഗലം റൂട്ടിനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു മോംസ് ഹെവൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അവിടെയാണ് ഇത് കൊടുക്കേണ്ടത്. കഷ്ടകാലം എന്ന് പറയാലോ. ഫസ്റ്റത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നോക്കുന്ന സമയത്ത് ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെയിറ്റിംഗ് ടൈം ഇതുകൂടിയും കഴിഞ്ഞിട്ട് വേണം പോകാൻ. എന്തായാലും ഇന്ന് ഏകദേശം ഒരു 9:30 മണി കഴിയും വീട്ടിലെത്തുമ്പോഴേക്കും. നമുക്ക് അടുത്ത ഷിഫ്റ്റ് വരുന്നത് 10 മണിക്കാണ്. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ. പത്ത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാ പറഞ്ഞിട്ടില്ല. സൊമാറ്റോ ആണ് വർക്ക് ചെയ്യുന്നത്. സൊമാറ്റോയിൽ വലിയ കുഴപ്പമില്ലാത്ത പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ കയ്യിൽ സ്വിഗ്ഗി ഉണ്ട്. അപ്പോൾ സ്വിഗ്ഗിയും വെച്ചിട്ട് ഞാൻ എത്ര ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാം. ഇടയ്ക്ക് സ്വിഗ്ഗിയിലും ചെയ്യാറുണ്ട്. ഹോം സ്റ്റേഡ് ഹാപ്പിനെസ്സിലോട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇത് മൾട്ടി ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 ഓർഡർ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലും നമുക്ക് ഓർഡർ കൊടുക്കാനുണ്ട്. രണ്ടും കൂടെ കൊടുത്തപ്പോൾ വലിയ എമൗണ്ടൊന്നും കിട്ടിയിട്ടില്ല. 2 ഓർഡർ എന്ന് പറഞ്ഞിട്ട് 49.60 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, ഷോക്കാണ്. ഇന്നിപ്പോൾ ഷോക്കാണെന്ന് എനിക്ക് മനസ്സിലാക്കിയത്. കാരണം ഓർഡർ അടിക്കുന്നില്ല, വല്ലാണ്ട് ഓർഡറൊന്നും കിട്ടുന്നില്ല. സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയല്ല, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓർഡർ അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ദിവസങ്ങളിലാണ് നമുക്ക് ആവശ്യമുള്ളതും. ഇന്ന് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം നിന്നപ്പോൾ ഒരു ഓർഡർ അടിച്ചു. ആണെങ്കിൽ ചെറിയ ഓർഡറാണ്, 35 രൂപയുടെ ഓർഡറാണ് അടിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഓർഡർ എടുത്തിട്ടുണ്ട്. ഓർഡർ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ 7th ഓർഡർ. ഓക്കെ, സമയം 12 മണിയാവാനായിട്ടുണ്ട്. ലാസ്റ്റ് ഓർഡർ 8th ഓർഡർ 78 രൂപയുടെ ഓർഡറാണ്. വലിയ കുഴപ്പമില്ലാത്ത ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഒരു ഏകദേശം 8-9 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഓവറോൾ കിട്ടിയ എമൗണ്ടുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ കാണാനുള്ളത്. വരുന്ന ദിവസങ്ങളിലും നമ്മൾ ഇതേപോലുള്ള എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യും. സെയിം ജോബായിരിക്കും, നമ്മൾ പാർട്ട് ടൈം എടുക്കുന്ന ഇങ്ങനത്തെ ജോബുകളുടെ വീഡിയോസ് ആയിരിക്കും ഇടുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു മന്തൊക്കെ എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും.